ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ആന്റി ഏജിങ്ങിൽ വരും 25 ഏജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് സ്കിന്നിൽ വരില്ലേ, അതെന്തൊക്കെയാണ് മെയിൻ ചേഞ്ചസ് ഉള്ളതിനെ പറ്റിയിട്ടും അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ നോർമലി അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ്. പക്ഷെ അതിനു മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മറ്റുള്ള വീഡിയോ കണ്ടിട്ട് ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് സ്കിന്നിൽ 25 ഏജിനൊക്കെ ഇപ്പോൾ വരുമ്പോൾ മെയിൻ കൺസേൺസ് ഒന്നെന്ന് വെച്ചാൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ഓഫ് കളറുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പിഗ്മെന്റേഷൻ ഒക്കെ വന്ന് തുടങ്ങിയിട്ടാണ്. രണ്ടാമത്തെയാണ് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്. ഇത് രണ്ടാണ് നോർമലി നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസുകൾ. അപ്പൊ ഈ ചേഞ്ചസ് എങ്ങനെ നമുക്ക് അണ്ടർ കൺട്രോളിൽ വെക്കാം എന്ന് വെച്ചാൽ എക്സസീവ് ആക്കാൻ പറ്റാതെ കൺട്രോൾ ചെയ്ത് വെക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഏജ് ചെയ്യണം, സൈലൻസും റിങ്കിൾസും ഒക്കെ വരും, പക്ഷെ അത് ഓവർ ആവാതെ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ സ്കിൻ കെയർ റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്കിൻ കെയർ റൂട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ അതായത് ഫസ്റ്റ് വരുന്നതാണ് ഫേസ് വാഷ്. നമ്മൾ എപ്പോഴും ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കൺസേൺ വെച്ചിട്ട് ഫേസ് വാഷിൽ സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഫേസ് വാഷ് എടുക്കുന്നതാണ് നല്ലത്. കൺസേൺ ഞാൻ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും ഫേസ് വാഷ് വന്ന് എടുക്കാനായിട്ട് നിൽക്കരുത്. നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണോ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മളിപ്പോഴും ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ. അപ്പം നിങ്ങളുടെ അതൊരു ഓയിലി അതല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്ന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കോമ്പിനേഷൻ ഇൻ ദ സെൻസ് ഓയിലി കോമ്പിനേഷൻ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആണ്. അപ്പോൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും ഡെയിലി 2 നേരം യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാനും 2 നേരം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യത്തില്ല. ഞാൻ ഒന്നുകിലും മോർണിംഗിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാട്ടർ വെച്ചിട്ട് കഴുകും. അതല്ല എനിക്ക് രാവിലെ ഇച്ചിരി വിയർത്തിട്ട ഒരു ഇമ്പ്യൂരിറ്റീസ് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യും. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യാറുള്ളതാണ് സെറ്റാഫിലിന്റെ ഫേസ് വാഷ്, അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, പിന്നെ അതല്ലെങ്കിൽ കോസറെക്സിന്റെ മോർണിംഗ് ഫേസ് വാഷ് ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ആയിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മുടെ ഡെർമക്കോഡ നിയാസിനമൈഡ് ഫേസ് വാഷ്, ഈ ഫേസ് വാഷുകളൊക്കെയാണ് ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യാറുള്ളത്. മോർണിംഗിലും നൈറ്റിലോട്ട് പോകുമ്പോഴേക്കും ഞാൻ സാലിസിലിക് ആസിഡ് ഫേസ് വാഷുകൾ യൂസ് ചെയ്യുന്നത്. സാലിസിലിക് ആസിഡ് ഫേസ് വാഷിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, രണ്ടാമത്തെ നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, മൂന്നാമത്തെ ആക്നെ സ്പോട്ടിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, നാലാമത്തെ നമ്മുടെ ഡെർമക്കോഡ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. ഇനി നിങ്ങളുടെ നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലമ്മിന്റെ ഫോമിംഗ് ഫേസ് വാഷോ അതല്ലെങ്കിൽ ഡെർമക്കോഡ ഫോമിംഗ് ഫേസ് വാഷോ ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇത്രയും ഫേസ് വാഷുകളായിരിക്കും ഓയിലി സ്കിൻകാർക്ക് വേണ്ടത്. ഒന്നുകിലും നിങ്ങൾക്ക് വെറുതെ ഒന്ന് വാട്ടർ വെച്ചിട്ട് സ്പ്ലാഷ് ചെയ്തിട്ട് നൈറ്റ്ലെസ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മോർണിംഗിൽ ഞാൻ ഈ പറഞ്ഞ ജെൽ ഫേസ് വാഷുകൾ പിന്നെ നമ്മുടെ ഈ ഒരു ഫേസ് വാഷുകളും നൈറ്റിലും യൂസ് ചെയ്യാം. അതല്ല നിങ്ങളുടെ നോർമൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഫേസ് വാഷിലില്ലേ അത് യൂസ് ചെയ്താൽ മതി. നമ്മുടെ ടൈം സ്റ്റാമ്പ് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ഏതെങ്കിലും ഇവിടെ മിസ്സായി പോയാൽ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, പിന്നെ നമ്മുടെ സെറ്റാഫിലിന്റെ ക്ലെൻസർ, അതല്ലെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ഞാൻ അവിടെ പറയാൻ പറഞ്ഞത്, അതല്ലെങ്കിൽ നമ്മുടെ കോസ്റെക്സിന്റെ മോർണിംഗ് ഫേസ് വാഷും ഒക്കെ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷാണ്. ഇത് നിങ്ങൾക്ക് മോർണിംഗും നൈറ്റിലും യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. നോർമൽ സ്കിൻകാർക്ക് മോർണിംഗും നൈറ്റിലും യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫേസ് വാഷ് ആയാലോ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ സിറമാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ക്വാളിറ്റി നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട് എന്ന് വെച്ചോ, അപ്പൊ നമ്മൾ ഏത് സിറം യൂസ് ചെയ്യും? കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യും. അപ്പൊ കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഡെർമക്കോഡ് 2% കോജിക് ആസിഡ് ക്രീമോ അതല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടറേറ്റിൻ്റെതോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോജിക് ആസിഡുകളാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെർമക്കോഡ് 2% കോജിക് ആസിഡ് സിറംസ് അവൈലബിൾ ആണ്. അത് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ കോജിക് ആസിഡ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ കോജിക് ആസിഡ് യൂസ് ചെയ്യും അതിന്റെ കൂടെ ഒരു ഇൻഗ്രീഡിയന്റും കൂടെ നിങ്ങൾ യൂസ് ചെയ്യണം. അത് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. കാരണം അത് നമുക്ക് ഈ ഒരു ഫുൾ റൊട്ടീനിൽ നമുക്ക് ആ ഇൻഗ്രീഡിയന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ഏതാണ് ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി അടുത്തത്, നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം വിറ്റാമിൻ സി. ഇതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ പിഗ്മെന്റേഷൻസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സൂപ്പർ സെറം ഉണ്ട്, അതും കൂടെ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഡബിൾ ആക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ട് എന്നാൽ അധികം മെലാസ പോലെയുള്ള
കോജിക് ആസിഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്ത ഹൈപ്പർ പിഗ്മെന്റേഷൻ പാച്ചസ് കാണും, മെലാസ്മ ടൈപ്പ് പാച്ചസ്. അതല്ല നിങ്ങൾക്ക് കുറച്ച് കുത്തൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് യൂസ് ചെയ്യാൻ നല്ലതെന്ന് വെച്ചാൽ ട്രാനെക്സാമിക് ആസിഡ് ആണ്. അതിപ്പോ നമുക്ക് ഫോക്സ്റ്റെയിൽ ട്രാനെക്സാമിക് ആസിഡ് ഉണ്ട്, ഫിക്സ്റ്റർമയിൽ ട്രാനെക്സാമിക് ആസിഡ് ഉണ്ട്, കെമിസ്റ്ററ്റ് ക്ലെയിൽ ട്രാനെക്സാമിക് ആസിഡ് ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ട്രാനെക്സാമിക് ആസിഡ് സിറംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ പാച്ചസ് ഒക്കെയാണ് നമ്മൾ കൂടുതലും കോജിക് ആസിഡ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 3 മെയിൻ മോർണിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറംസ് എന്ന് പറഞ്ഞില്ലേ. ഇനി നമ്മുടെ സൂപ്പർ സിറം ഏതാണ്? നയാസിനമൈഡ്. എന്തുകൊണ്ടാണ് നയാസിനമൈഡ് എന്ന് വെച്ചാൽ നയാസിനമൈഡ് ഒരു ഒറ്റയ്ക്ക് നിന്നാൽ കുറച്ചൊക്കെ പണി എടുക്കുമെങ്കിലും ആ ബെസ്റ്റ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ഇതെല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നയാസിനമൈഡ്. അപ്പൊ അവർക്ക് ഒരാളെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇരട്ടി വർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ വിറ്റാമിൻ സിയുടെ നയാസിനമൈഡ് യൂസ് ചെയ്താൽ സ്കിൻ ബ്രൈറ്റ്നസ്സും കൂടെ ആയിട്ട് കിട്ടും. അതല്ല നിങ്ങളുടെ കോജിക് ആസിഡിന്റെ കൂടെയാണ് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പിഗ്മെന്റേഷൻ മാറ്റും. പിന്നെ ആന്റി ഓക്സിഡന്റ് ഫംഗ്ഷൻ നയാസിനമൈഡ് ചെയ്യും. ട്രാനെക്സാമിക് ആസിഡിന്റെ കൂടെയാണ് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിഗ്മെന്റേഷനും മാറ്റും, ആന്റി ഓക്സിഡന്റ് എഫക്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഡബിൾ ഫംഗ്ഷനാണ് നയാസിനമൈഡ് സിറം ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നയാസിനമൈഡ് ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും 5% നയാസിനമൈഡ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. നമ്മുടെ സുഗന്ധയിലുണ്ട് 5% നയാസിനമൈഡ്, അതുപോലെ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട് 5% നയാസിനമൈഡ്, പ്ലമ്മിലുണ്ട് 5% നയാസിനമൈഡ്, ഡെർമക്കോയിലുണ്ട് 5% നയാസിനമൈഡ് സിറം. ഇങ്ങനെ ഏതെങ്കിലും ഒരു 5% നയാസിനമൈഡ് സിറം കൂടെ നിങ്ങൾ ഈ ഒരു മെയിൻ പറഞ്ഞ സിറത്തിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഡബിൾ ആവും. പക്ഷെ നയാസിനമൈഡ് ആണോ നിങ്ങൾക്ക് ഇപ്പൊ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് 2 സിറം യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഇത് നയാസിനമൈഡിന്റെ കൂടെ യൂസ് ചെയ്താൽ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സിറംസ് ആണ്. രണ്ടും കൂടെ ഈച്ച് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഫേസ് വാഷ് സിറമൈഡ്. ഇനി മോർണിംഗിൽ വേണ്ട എന്താണ്? മോയിസ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അടുത്തൊരു ഓയിലി സ്കിൻ ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഓയിൽ ഫ്രീ നോൺ കോമ്പിഡോജനിക് ആയിട്ടുള്ള മോയിസ്ചറൈസർ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ ഓയിലി ആക്നെ നോർമൽ സ്കിൻകാരാണ് ഈ ഒരു സംഭവം മെയിൻ എപ്പോഴും ശ്രദ്ധിക്കാം. ഇനി കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കിയാൽ ഫസ്റ്റ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഒരു ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങൾക്കൊരു കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ ടു നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല എക്സിന്റെ ലൈറ്റ് വെയ്റ്റഡ് മോയിസ്ചറൈസർ സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ തന്നെ ഹൈഡ്രാവെയിൽ മോയിസ്ചറൈസറും നല്ലൊരു ഓപ്ഷൻ, സെൻസിറ്റീവ് സ്കിൻകാർക്ക് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിലെ അതിനകത്തുള്ള 2 മോയിസ്ചറൈസർ, അവരുടെ വിറ്റാമിൻ സി മോയിസ്ചറൈസറും അതുപോലെ തന്നെ കേസർ ആൻഡ് കോജിക് ആസിഡ് മോയിസ്ചറൈസറും നല്ല ഓപ്ഷൻ. അതല്ലെങ്കിൽ നമ്മുടെ വിത്തിൻ ബ്യൂട്ടിയുടെ മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളുടെ ഓയിലി ടു നോർമൽ സ്കിൻ ആണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഫോക്സ്റ്റെയിലിന്റെ സെറമൈഡ് മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒരു ഓയിലി നോർമൽ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഇത്. ഇത്രയും. ഇനി നിങ്ങളതൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ മോയിസ്ചറൈസർ സെലക്ട് ചെയ്യാം? നമ്മുടെ റിക്വലിന്റെ സെറമൈഡ് മോയിസ്ചറൈസർ, ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയിസ്ചറൈസർ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ ഗ്ലോയി മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിൽ തന്നെ കോജിക് ആസിഡ് ആൻഡ് സെറമൈഡ് മോയിസ്ചറൈസിങ് ക്രീം അവൈലബിൾ ആയിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് വിത്തിൻ ബ്യൂട്ടിയുടെ തന്നെ ഡ്രൈ സ്കിൻകാർക്കുള്ള മോയിസ്ചറൈസർ, സെറാവിയുടെ മോയിസ്ചറൈസർ, സെറ്റാഫിലിന്റെ മോയിസ്ചറൈസർ ഒക്കെ ഡ്രൈ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷൻ. നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സെറാവിയുടെ തന്നെ മോയിസ്ചറൈസർ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡെർമക്കോയുടെ യൂറിയ അടങ്ങിയിട്ടുള്ള മോയിസ്ചറൈസർ നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ല ഓപ്ഷൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണ്? നമ്മുടെ ആന്റി ഏജിങ് എന്ന് പറയുമ്പോൾ സൺസ്ക്രീൻ എന്തൊക്കെയോ ആയിക്കോട്ടെ, ഞാൻ ഈ പറഞ്ഞ സിറം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മുടെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ മാക്സിമം മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് ചില സൺസ്ക്രീൻസ് നമുക്ക് ട്രയൽ റൺ നടത്തി നോക്കണം. ചിലത് നമുക്ക് ഇടുമ്പോൾ ഒരു കറുപ്പ് വരും, അതിനകത്തുള്ള വൈറ്റ് കാസ്റ്റ് ഉണ്ടോ അതല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡോ ടൈറ്റാനിയം ഡൈ ഓക്സൈഡോ ഉള്ള സാധനങ്ങൾ ചില സമയം നമുക്ക് ഒരു ആഷി ഫിനിഷ് തരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു ബ്ലാക്കിഷ് വരുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് മൈൻഡ്സിൽ വെച്ചിട്ട് വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. ആ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് സൺസ്ക്രീൻ ഇട്ടുമ്പോൾ അത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഇനി നമ്മുടെ റെക്കമെൻഡേഷനിൽ വർക്ക് ചെയ്യാൻ ഫസ്റ്റ് എപ്പോഴും പറയുന്നത് നമ്മുടെ വിഷ് കെയറിന്റെ ഓയിൽ കൺട്രോൾ സൺസ്ക്രീൻ ആണ്. അതായത് വിഷ് നിയാസിനമൈഡ് സൺസ്ക്രീൻ, നമ്മുടെ മിനിമലിസ്റ്റിന്റെ തന്നെ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ, റിക്വലിന്റെ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ, ആക്നെ യു വി മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ, ഷാഡോ നമ്മുടെ ഫിക്സ്ഡർമയുടെ ഷാഡോ ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൈഫന്റെ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ ആണ്. ഫോർമുല എക്സിന്റെ സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷൻ ആണ് നിങ്ങളുടെ ഓയിലി ടു നോർമൽ സ്കിൻ ആണെങ്കിൽ. ഇനി നിങ്ങളുടെ കുറച്ച് ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കോളജിക്കയുടെ ഏത് സൺസ്ക്രീനും സെലക്ട് ചെയ്യാം. ഇത് ഡ്രൈ ടു നോർമൽ സ്കിൻകാർക്ക് നല്ലതാണ്.
അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ എല്ലാ സൺസ്ക്രീനും മാറ്റ് ഫിനിഷ് ഓയിലി സ്കിൻകാർക്ക് ബാക്കി എല്ലാ സൺസ്ക്രീനും ഡ്രൈ ടു നോർമൽ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കോൺഷ്യസ് കെമിസ്ട്രിന്റെ സൺസ്ക്രീൻസ് എല്ലാം തന്നെ നോർമൽ ടു ഡ്രൈ സ്കിൻകാർക്ക് നല്ല ഓപ്ഷനാണ്. പ്രത്യേകിച്ച് വരെ പേർപ്പിൾ സൺസ്ക്രീൻ ഒക്കെ നല്ല ഓപ്ഷനുകളാണ്. പിന്നെ ഏതാ പിന്നെ നമ്മുടെ മിനിമലിസ്റ്റിന്റെ SPF 50 എന്നുണ്ട് സൺസ്ക്രീൻ ഉണ്ട്. അതൊരു കുറച്ച് ഫ്ലൂയിഡി കൺസിസ്റ്റൻസി അതും നമുക്ക് ഡ്രൈ ടു നോർമൽ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷൻ. ഡീകൺസ്ട്രക്റ്റിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീനും ഡ്രൈ ടു നോർമൽ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. വിഷ് കെയറിന്റെ വിറ്റാമിൻ സി സൺസ്ക്രീനും ഡ്രൈ ടു നോർമൽ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഡോട്ട് ആൻഡ് കീയുടെ വിറ്റാമിൻ സി സൺസ്ക്രീനും അതുപോലെ തന്നെ അവരുടെ ഒരു ബ്ലൂ കളർ സൺസ്ക്രീൻ ഉണ്ട്. ഇത് നിങ്ങൾ നോർമൽ ടു ഡ്രൈ സ്കിൻകാരാണെങ്കിൽ സൂപ്പർ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് മിനറൽ സൺസ്ക്രീൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ സൺസ്ക്രീനിന്റെ ഇത് കഴിഞ്ഞ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ലിപ് ബാം. കാരണം ഫേസ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ലിപ് ബാം. SPF ഉള്ള കുറച്ച് ലിപ് ബാംസ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹൈഫന്റെ SPF ലിപ് ബാം, വിഷ് കെയറിന്റെ SPF ലിപ് ബാം. പിന്നെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്സ്റ്റെയിലിന്റെ ഒരു 4 ഷെയ്ഡ് അവർ ഇറക്കിയിട്ടുണ്ട്. നല്ല ഓപ്ഷൻസുകളാണ്. പിന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ SPF ലിപ് ബാമും നല്ല ഓപ്ഷനാണ്. AM റൊട്ടീൻ കഴിഞ്ഞു. ഇനി PM-ലോട്ട് വന്നാലും PM-ൽ വരുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് രാവിലെ ചെയ്ത കാര്യങ്ങളെല്ലാം കഴുകിക്കളയുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഡബിൾ ക്ലെൻസർ. പ്രത്യേകിച്ചും ഓയിലി ആക്നി പ്രോൺ സ്കിൻകാർക്ക് ഡബിൾ ക്ലെൻസർ, അതായത് ഓയിൽ ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടി വരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ മോർണിംഗിൽ തന്നെ യൂസ് ചെയ്ത് ഏതെങ്കിലും ജുല്ലായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സാലിസിലിക് ആസിഡ് ക്ലെൻസർ യൂസ് ചെയ്യുക ഇഫ് യു ആർ നോട്ട് വിയറിംഗ് എനി മേക്കപ്പ്. പക്ഷെ നിങ്ങൾ മേക്കപ്പ് ഇടുന്നു എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നോൺ കോംപ്രമൈസിംഗ് ആയിട്ടുള്ള ഓയിൽ ക്ലെൻസർ തന്നെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ത്രിതത്തിന്റെ ഓയിൽ ക്ലെൻസർ ഒരു പിങ്ക് ബോട്ടിൽ വരുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ സുഗന്ധിയുടെ ഓയിൽ ക്ലെൻസർ, ക്ലെയറിന്റെ ഓയിൽ ക്ലെൻസർ, ഫേസ് ഷോപ്പിന്റെ ഓയിൽ ക്ലെൻസർ ഒക്കെ നമുക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷ് ഓയിൽ ക്ലെൻസേഴ്സ് ആണ്. അതിനുശേഷം നിങ്ങൾ രാവിലെ യൂസ് ചെയ്ത ഫേസ് വാഷോ അതല്ല നിങ്ങൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിറത്തിലോട്ട് വരുന്നത്. പ്രത്യേകിച്ച് 25 ഏജിലാണ് നിങ്ങൾ ഗേൾ ആണ് എന്നുണ്ടെങ്കിൽ, മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ടിങ്ങോ അതല്ലെങ്കിൽ ഓൾറെഡി പ്രഗ്നന്റ് ആണെങ്കിലോ ലാക്ടേറ്റിംഗോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് റെറ്റിനോൾ അവോയ്ഡ് ചെയ്തിട്ട് ഏത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് മൾട്ടിപെപ്റ്റൈഡ്സ്. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപെപ്റ്റൈഡ് ഏതാണ്? ഏറ്റവും വലിയൊരു ഹിഡൻ ജെമ്മായിട്ട് തന്നെ നമ്മുടെ തന്നെ സ്കിൻ കെയർ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നതാണ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ മൾട്ടിപെപ്റ്റൈഡ്. അതല്ലെങ്കിൽ നമ്മുടെ ഓർഡിനറിയുടെ മൾട്ടിപെപ്റ്റൈഡ് കോക്കോപെപ്റ്റൈഡ് നല്ലൊരു ഓപ്ഷൻ. ഓർഡിനറിയുടെ ആർജിനിൻ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ നല്ല സൂപ്പർ സാധനമാണ് ഫൈൻ ലൈൻസ് പിങ്കിൾസിനും. അമീനു എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മൾട്ടിപെപ്റ്റൈഡ്, കോൺഷ്യസ് കെമിസ്ട്രിന്റെ മൾട്ടിപെപ്റ്റൈഡ്സും ഒക്കെ നല്ല ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ്. ഇതിനകത്ത് മിനിമലിസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓർഡിനറി ഒക്കെ നമുക്ക് മോർണിംഗും നൈറ്റും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്താണ് റെറ്റിനോൾ. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 24 ഏജിന് എബോ ആയിരിക്കണം മസ്റ്റ് ആയിട്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവാനും പാടില്ല. ഇനി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റെറ്റിനോൾസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ റിക്വലിന്റെ റെറ്റിനോള്, അതല്ലെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ റെറ്റിനോള്, അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ റെറ്റിനോൾ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ റെറ്റിനോളിന്റെ കൂടെ ഈ മൾട്ടിപെപ്റ്റൈഡ്സ് കൂടെ മിക്സ് ചെയ്താൽ സൂപ്പർ റിസൾട്ട് കിട്ടും. അപ്പൊ മോർണിംഗിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിയാസിനമൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നൈറ്റ് ഈ രണ്ട് കോമ്പിനേഷൻ ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം നമുക്ക് നിയാസിനമൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതല്ല മോർണിംഗ് യൂസ് ചെയ്യുന്ന നിയാസിനമൈഡ് തന്നെ നൈറ്റ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളും ഈ ഒരു മൾട്ടിപെപ്റ്റൈഡ് യൂസ് ചെയ്യാം. അപ്പൊ മൾട്ടിപെപ്റ്റൈഡ് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് യൂസ് ചെയ്ത നിയാസിനമൈഡും റെറ്റിനോളും കൂടി യൂസ് ചെയ്താലും നല്ല രീതിയിൽ ഫംഗ്ഷൻ ഉപയോഗം കിട്ടും. ഈ നിയാസിനമൈഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളെ മാലയുടെ സിനിമയിലെ മോഹൻലാലിനെ പോലെയാണ്. ചോദിക്കാതെ തന്നെ സഹായം അങ്ങോട്ട് കൊടുക്കുന്നത്. എന്ത് രീതിയിൽ നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സാധനമാണ് ഈ നിയാസിനമൈഡ്, ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും. അപ്പോൾ ഒരു 5% നിയാസിനമൈഡ് എപ്പോഴും നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉള്ളത് പ്രത്യേകിച്ചും നല്ലൊരു ഓപ്ഷനാണ്. ഇനി മോയ്സ്ചറൈസർ, മോർണിംഗിൽ ഏത് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തത് അത് തന്നെ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാം. ലിപ് ബാമിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് SPF ലിപ് ബാം മറ്റേ ഫോക്സ്റ്റെയിലിന്റെ ലിപ്സ്റ്റിക് ടൈപ്പ് ഒക്കെയാണ് യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അക്വലോജിക്കയുടെ സ്ലീപ്പിംഗ് മാസ്ക്, ലിപ് മാസ്ക്, അല്ലെങ്കിൽ ലെനേജിന്റെ ലിപ് മാസ്ക്, ഹൈഫന്റെ വിത്തൗട്ട് SPF ഉള്ള ലിപ് ബാം വാങ്ങിക്കാൻ കിട്ടും. അത് നല്ലൊരു ഓപ്ഷനാണ്. ഫിക്സ്ഡേർമയുടെ ലിപ് ബാം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ കുറച്ച് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റ് ലിപ് ട്രീറ്റ്മെന്റും നല്ലൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം, മറക്കണ്ട. ലിപ് ബാം മസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ സ്കിൻ കെയറിൽ. അപ്പൊ നൈറ്റ് ടൈമും ആയി മോർണിംഗ് ആയി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. സ്കിൻ കെയർ
മാത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല. നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ സ്ലീപ്പ് ഹാബിറ്റ്, അങ്ങനെ അല്ലാത്ത നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കാം. മാക്സിമം 8 hours ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കാം. ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ലീഫി വെജിറ്റബിൾസ്, ബ്രോക്കലി, ഫിഷ് മീറ്റ് അവോയ്ഡ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് ആയിട്ടുള്ള പീസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഫുഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ എക്സസൈസ് മസ്റ്റ് ആക്കുക. ജങ്ക് ഫുഡ്സ് മസ്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ആൽക്കഹോൾ ഇൻടേക്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറയ്ക്കേണ്ടത് സിഗരറ്റ്സ്, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇലക്ട്രിക് സിഗരറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. വൈൻ കുഴപ്പമില്ല, ഒക്കേഷണലി വൈൻ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അക്കാര്യങ്ങൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ റൊട്ടീൻ ഇതാക്കാൻ പറ്റും. അല്ലാണ്ട് റൊട്ടീൻ മാത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഫേസിൽ വരണം എന്ന് ഇല്ല. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചോദിക്കുകയാണ് എക്സ്ഫോളിയേഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ബിഗിനർ ആണ്, നിങ്ങൾ ഇതുവരെ എക്സ്ഫോളിയേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി എക്സ്ഫോളിയേഷൻ റൂട്ടീൻ തന്നെ ചെയ്യാം. ഇഷ്യൂ ഒന്നുമില്ല. കാരണം നമ്മളിപ്പോൾ എക്സ്ഫോളിയേഷൻ്റെ വീഡിയോ ലാസ്റ്റ് ടൈം ചെയ്തിട്ട് ഒരുപാടായി. അപ്പം നമുക്ക് കുറേ പോയിന്റ്സ് ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ എക്സ്ഫോളിയേഷൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അതല്ല നിങ്ങൾ ഓൾറെഡി എക്സ്പ്ലോറേറ്റും ചെയ്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇത് അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഐക്കാളിൻ്റെ ഒരു വീഡിയോ കൊടുക്കാം. പഴയ വീഡിയോ ആണ്, വേറെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, കുറച്ച് ആഡ് ഓൺസ് പറയാനേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോറേഷൻ നടത്താനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കെമിക്കൽ പീലിംഗ് വീഡിയോ ഇതൊന്ന് കണ്ടു നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ 25 ഏജിനായപ്പോൾ നമുക്ക് ആന്റി ഏജിങ് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ 25 ഏജിനായുള്ള ഫ്രണ്ട്സിന്, ചേച്ചിക്ക്, ചേട്ടനും ആർക്കെന്ന് വെച്ചാൽ അയക്കാനും മറക്കണ്ട. അപ്പൊ ഇതുപോലത്തെ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലുമാണ് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ വരണമെന്ന് അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.